ഹലോ നമസ്കാരം. ഞാൻ ഷാസ് അബ്ദുൽ ഹമീദ്. ഞാൻ ഇന്നൊരു പുതിയ വീട് റെൻ്റ് ഔട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു 50 സെൻറ്റിനുള്ളിൽ ലാൻഡായിട്ട് നല്ല വെള്ളം, നല്ല ലൊക്കേഷൻ, നെയ്ബർഹുഡ്, നല്ല റോഡ് സൗകര്യം ഒക്കെ ആയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് ടോട്ടലി 3500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 3500 ടു 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത്രയും വലിയ വീടാണ്, നല്ല വലിയ റൂമുകളും ആണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സിറ്റ് ഔട്ട് കണ്ട് പിന്നെ നമ്മൾ നേരിട്ട് വരുന്നത് ഡൈനിങ് ടേബിൾ കോർണറിലേക്കാണ്. വേറൊരു ഡോറ് ജസ്റ്റ് ഇപ്പുറത്ത് തന്നെ ഉണ്ട്, അത് തുറന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഹാൾ അത്യാവശ്യം നല്ല വലുപ്പമാണ്. ഇതാണ് ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്ന ഭാഗം ഹാളിലേക്ക്. ഇപ്പോൾ 2 എൻട്രൻസ് ഉണ്ട് ഇതിന്. പിന്നീട് ഒരു ബെഡ്റൂം അടിയിൽ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഉണ്ട്, വാഷ് കോർണറിൻ്റെ ഇപ്പുറത്തായിട്ട്. അപ്പോൾ റൂമുകളൊക്കെ നല്ല വലിയ സൈസാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല, ചെറുതൊന്നുമല്ല. പിന്നെ എല്ലാ ബാത്റൂമുകളും ഇപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റുകളാണ് ബിൽഡപ്പ് ആക്കി ഇട്ടേക്കുന്നത്. അത് നമ്മൾ അത് യൂറോപ്യനാക്കി മാറ്റുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് കിച്ചണാണ്. കിച്ചൺ നല്ല വലുപ്പമുള്ള കിച്ചണാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അവിടെയും നമുക്ക് സ്റ്റോർ റൂമുണ്ട്. സ്റ്റോർ റൂമും അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ്. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് അതിൻ്റെ അപ്പുറമായിട്ട് വേറൊരു സെർവൻറ്റ് റൂം ആയിട്ട് ആണ്. അതായത് അവർക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയും പിന്നെ അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് കേട്ടോ. സെർവൻറ്റ് റൂമിലുള്ള ബാത്റൂം നമ്മൾ അത് യൂറോപ്യനാക്കി മാറ്റുന്നില്ല. ബാക്കി റൂമുകളിലുള്ള ബാത്റൂമുകളാണ് നമ്മളത് യൂറോപ്യനാക്കി മാറ്റുന്നത്. പിന്നെ വരുന്നത് നമുക്ക് സെക്കൻഡ് കിച്ചൺ പുക അടുപ്പാണ്. പുക അടുപ്പിൽ ഇതൊക്കെ തന്നെയാണ്, നല്ല വലുപ്പമുള്ള കിച്ചൺ. നമ്മൾ ഫസ്റ്റ് കിച്ചൺ പോലെ തന്നെയാണ് സെക്കൻഡ് കിച്ചണും കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് അതിൻ്റെ അപ്പുറത്ത് വേറൊരു പുകടുപ്പും ഉണ്ട്, അത് ആവശ്യമുള്ളവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റാം. ഓക്കെ. പിന്നെ നമുക്ക് ബാക്കിൽ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് മാതിരി ഉണ്ട്. പെണ്ണുങ്ങൾക്ക് ചിരിച്ചും വർത്താനം പറയാൻ പറ്റിയ ഒരു സൗകര്യമുള്ള ഏരിയ. പിന്നീട് നമുക്ക് വരുന്നത് വേറൊരു ബെഡ്റൂമുണ്ട്, അത് ഈ ഭാഗത്തായിട്ടാണ്. നമുക്ക് ഇവിടെയും ഒരു ഇന്ത്യൻ ക്ലോസറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്, പക്ഷെ അത് യൂറോപ്യനാക്കി മാറ്റുന്നതാണ് കേട്ടോ. ഓക്കെ. ഇവിടെ യൂറോപ്യനാണ് ഓൾറെഡി. ബാക്കിയുള്ള ബാക്കി 3 ബാത്റൂമുകളാണ് ഇന്ത്യൻ ക്ലോസറ്റായിട്ട് ഇരിക്കുന്നത്. കടന്നു വരാം നമുക്ക് മുകളിൽ. അപ്പോൾ അതായത് 2 ബെഡ്റൂം അടിയിലും 2 ബെഡ്റൂം മുകളിലും അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. വീടിൻ്റെ ഒരു ഫിനിഷിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 18 വർഷം ആ ഒരു പഴക്കമുണ്ട്. പക്ഷെ എന്നാലും പുതിയ വീട് പോലെ തന്നെയാണ്, അത്രയും റഫ് യൂസായിട്ട് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ഇന്ത്യൻ ബാത്റൂമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ യൂറോപ്യനാക്കി മാറ്റുന്നതാണ്. ഓക്കെ. പിന്നെ ജനാലായാലും വുഡായാലും ഒന്നും ഒരു കേടുപാടില്ലാണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് വീടാണ്. ഇത് നന്നായിട്ട് നോക്കുന്ന വീടാണ് കേട്ടോ. ഈ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ പുറത്താണ്, ദുബായിൽ. അപ്പോൾ അവരുടെ വീട് ഇപ്പോൾ ഫുള്ള് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റിയേക്കുന്നു കേട്ടോ, കാരണം അവരവിടെ സെറ്റിൽഡാണ്. ഓക്കെ. ഇവിടെ നമുക്ക് ചെറിയൊരു ബാൽക്കണി, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഡ്രസ്സ് വിരിക്കാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സൗകര്യമായിട്ടുള്ള റൂമാണ്. നമ്മൾ തുറന്ന് കാണിച്ചിട്ടില്ല എന്നുള്ളൂ. പിന്നീട് ഞാൻ ജസ്റ്റ് പുറത്തൊന്ന് കാണിച്ചു തരാം. പുറത്ത് നല്ല വിശാലമായിട്ടുള്ള നല്ല ഭംഗിയോട് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനോ സൈക്കിൾ ഓടിച്ച് കളിക്കാനോ അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയാണ് വീട്. ഈ വീടിൻ്റെ റെൻറ്റിൻ്റെ പ്രൈസ് പറയുന്നത് 38,000 പെർ മന്ത്. അഡ്വാൻസ് ചോദിക്കുന്നത് 3 ലക്ഷം ആണ്. ഈ സൗകര്യമുള്ള വീട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോളേഴ്സ് അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് ഒരു ടൈം ആൻഡ് ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കത് മീറ്റ് ചെയ്യാമെന്നുള്ളൂ. സ്ഥലം വരുന്നത് താഴ്ശ്ശേരി ഗുരുവായൂരിൽ ഒരു
5.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട് സ്ഥിരീകരിക്കുന്നത് കേട്ടോ. പിന്നെ ഡോണ്ട് വറി, ഈ വീട് നല്ല നീറ്റാക്കി തരുന്നതാണ് കേട്ടോ. അപ്പം എന്നാൽ ശരി, ബൈ.